ധന്യാരാമൻ കൂടി നമ്മുടെ ലൈനിലുണ്ട്. സന്തോഷ് നൗഫൽ തുടരൂ. ധന്യാരാമനിലേക്ക്. ധന്യാരാമൻ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതിനുള്ള പ്രവൃത്തിയാണ് നാം നടത്തിക്കൊണ്ടിരുന്നത്. നവോത്ഥാന നവകേരളമൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളായി രൂപപ്പെടുകയാണ്. പക്ഷേ ജാതി മനസ്സിൽ പേറുന്ന, ജാതി വെറി മനസ്സിൽ പേറുന്ന ചിലരുണ്ട്. അവർ നുഴഞ്ഞു കയറുകയാണ് പലയിടത്തും. അത് എന്താണ്, റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി എത്തി പൂകെട്ടാൻ എത്തിയവരോട് കാണിക്കുന്നതായാലും ഈ കോളേജുകളിൽ കാട്ടുന്നതായാലും ഒക്കെ സമൂഹത്തിൽ അത് തുടച്ചു നീക്കണം. നിതിൻ രാജിൻ്റെ രക്തസാക്ഷിത്വം അത് അവസാനത്തേതാകണം. നമ്മൾ എന്തെല്ലാം മുന്നേറ്റം നടത്തിയാലും നമുക്ക് ഈ ജാതി എന്ന് പറയുന്ന സാധനം മാത്രം അതൊരു മാനസിക തടവറയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഈ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ഇനി നമ്മൾ ദീർഘമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. കാരണം ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന, കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ്. അത് അവരൊരു സ്വഭാവം പോലെ, ഒരു അവയവം പോലെ അവരതിനേക്ക് സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. നിതിന്റെ കാര്യത്തിൽ ഇപ്പൊ പ്രിൻസിപ്പൽ പറഞ്ഞതെല്ലാം പ്രിൻസിപ്പലിനെ വിശ്വാസമില്ല. ഇപ്പൊ വിനോദ് മോഹൻ ഇവിടെ ഒരു സ്ത്രീ കേസുമായി ബന്ധപ്പെട്ട്, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ ഇവിടുത്തെ തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കിയ ആളാണ്. പിന്നെ അയാളെ കാണുന്ന അഞ്ചരക്കണ്ടിയിലാണ്. ഇയാളെ വെഞ്ഞാറമ്മൂട് സ്വദേശിയാണ്. അപ്പൊ അയാളൊന്നും പറയുന്നത് വിശ്വസിക്കേണ്ട. ഇവരൊക്കെ മുമ്പേ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ആദ്യം അയാൾ ഒന്ന് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ നമുക്ക് വിഷ്വൽസ് കിട്ടിയിരിക്കുന്നത്. അയാൾ പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ്. ഇവര് അവസാനമായിട്ട് ഇത് ലോൺ ആപ്പിലേക്ക് എത്തിക്കാനായിട്ട് നടക്കില്ല. കാരണം അവർ ലോൺ ആപ്പിന്റെ പേരിലാണോ ഈ പ്രശ്നം? ലോൺ ആപ്പ് ഞാൻ പറയട്ടെ, ഒരു 14,000 രൂപ. അതെ അതെ, ഒരു കുറ്റമൊന്നുമല്ല. അത് പൈസ എടുത്തിട്ടുള്ള ജയിലാണ്. ഇതിപ്പോ മാർച്ച് 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആരും വന്ന് ഇവരെ കൊല്ലാനൊന്നും പോകുന്നില്ല. എത്രയോ മനുഷ്യർ ലോൺ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കൊന്നത് വംശീയതയും ജാതിവേട്ടയും തന്നെയാണ്. പക്ഷെ അത് ആ അട്രോസിറ്റി കേസിലേക്ക് പോകാതിരിക്കാനും ജയിൽ ശിക്ഷ ലഭിക്കാതിരിക്കാനുമായിട്ടുള്ള അടവുകളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാനായിട്ട് പോലീസും കൂടെ കൂട്ടു നിൽക്കുന്നു എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഒന്നും ഒരു 7:45 പിന്നെ FIR ഇട്ടത്. 8 മണിക്കാണ് ഈ ലത ടീച്ചറെ കണ്ണൂർ സൈബർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് വളരെ സംശയമുണ്ട്. ഇത് മൊത്തം പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ബോധം തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥർ അവർ ശരിയായി ആണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് SC/ST കമ്മീഷൻ തന്നെയാണ്, അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതെ അതെ ശേഖരൻ ഒരു DIG റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് അങ്ങനെ പോലീസിനെ പെട്ടെന്ന് തള്ളി പറയത്തില്ല. നമുക്ക് സംശയവും ഭയവും തോന്നും. കാരണം ഇത് ഈ കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. ഇത് ബാധിക്കുന്നത് SC/ST സമൂഹത്തെ മാത്രമാണ്. എത്ര കാണണം, എത്ര പേറണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇപ്പൊ ഒന്നിനെയും ഞങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ നിർവാഹമില്ല. കാരണം ഇപ്പൊ 4 ദിവസമായി ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒളിവിലുള്ള റാമിനൊക്കെ സുഖമായിട്ട് പോലീസിന് തൂക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പോയി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റാമായാലും സംഗീത നമ്പ്യാരായാലും ഇവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. റാം പിന്നെ ഒരു അറിയാലോ, ഇത്രയും ദളിതരോടും മുസ്ലിങ്ങളോടും വിരോധമുള്ള ഒരു മനുഷ്യൻ. നോക്കിയും കണ്ടും നിറത്തെയും ജാതിയെയും മതത്തെയും ഒക്കെ പിന്നെ അടയാളപ്പെടുത്തി മാത്രം സംസാരിക്കുന്നതും ചീത്ത വിളിക്കുകയും ഡിഫമേഷൻ ചെയ്യുകയും അസാസിനേറ്റ് ചെയ്യുകയും ക്യാരക്ടർ അസാസിനേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾ എത്ര ഒരു വൃത്തികെട്ട ഒരു നീചനാണ്. ഒരു കുട്ടിയെ കാണുമ്പോൾ ഒരു അധ്യാപകൻ ജാതി ചോദിക്കുന്നു അല്ലെങ്കിൽ മതം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മ്ലേച്ഛമാണത്. അങ്ങനെ ഒരു ചിന്ത ആധുനിക കാലത്ത്. അത് തന്നെ. പിന്നെ മുസ്ലിം വിദ്യാർത്ഥികൾ നോമ്പെടുത്താൽ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം വെള്ളം കുടിപ്പിക്കുക, അവരുടെ മതപുസ്തകത്തെ കളിയാക്കുക, ഇതൊക്കെ ഇവന്റെ ഒരു ശീലമാണ്. അപ്പൊ ഇവന്റെ ഉള്ളിൽ നല്ല പോലെ ദളിത് മുസ്ലിം വൈരാഗ്യമുള്ള ഒരാളാണ്, പകയുള്ള ഒരാളാണ്. അതാണ് ഈ കുട്ടികളെ തന്നെ തെരഞ്ഞു പിടിച്ച് വല്ലാണ്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മരണത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും പൊതിഞ്ഞു കെട്ടി നമ്മളെ സ്ഥാപനത്തിലേക്ക് വിടുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിടുന്നത് പഠിക്കാനാണ്. തിരിച്ചു വരുന്നത് ജീവനില്ലാത്ത ശവങ്ങളായിട്ടാണ്. നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും ഈ റാം കറുത്ത പശു എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ചില അധ്യാപകരൊക്കെ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തുന്നു, ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്നു, കറുത്ത പശു എന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കവർ പൊന്നുമോളോ പൊന്നുമകനോ ആണ്. അവർ ദുഃഖിക്കും. അങ്ങനെയുള്ള ദുഃഖം നാം നേരിട്ട് കണ്ടതാണ് ഈ നിതിൻ രാജിൻ്റെ വിഷയത്തിൽ. അവരുടെ മാതാപിതാക്കൾ, അമ്മ അലമുറയിട്ട് കരയുകയാണ്. അവർക്ക് അത് സഹിക്കാനാകുന്നില്ല. അച്ഛൻ പറയുന്നു അയാളുടെ ശരീരഭാഗമാണ് മുറിഞ്ഞു കിടക്കുന്നത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത കടയിലോട്ട് ഒരു കുഞ്ഞിനെ നമ്മളൊരു സാധനം മേടിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു 10 വട്ടം താഴോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? നമ്മൾ സമാധാനമായിട്ട് ഇരിക്കും കുഞ്ഞുങ്ങളെ വെളിയിലായിട്ട്. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഓൺലൈൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ എന്തിനാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയാനാണ്. നമുക്ക് പേടിയാണ്.
അപ്പൊ അത്രയും അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരാണ്. അത് കൂലിപ്പണിക്ക് പോയിട്ടും പിന്നെ തൊഴിലുറപ്പിന് പോയിട്ടും ജീവിക്കുന്ന ഞങ്ങളുടെ എത്രയോ കുഞ്ഞുങ്ങളാണ് ഈയിടെ മരിച്ചു വീണെന്നറിയാം. ഏതാണ്ട് 22ഓളം കുഞ്ഞുങ്ങളാണ് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അതൊക്കെ ഇതൊന്നും ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇവർക്കൊരു വളമാണ്. ഇവർക്കറിയാം എങ്ങനെയെങ്കിലും ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഈ ലോൺ ആപ്പിലേക്ക് തിരിക്കാൻ നോക്കി. ഇന്നലെ നിതിന്റെ വീട്ടിൽ വന്ന മൊഴി എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവര് പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ലോൺ ആപ്പിലേക്ക് എത്തിക്കും, ചോദ്യങ്ങളും എല്ലാം പോകുന്നത് ആ ഒരു സൈഡിലേക്ക് മാത്രമാണെന്ന്. അപ്പൊ ഇത്രയും ജീവിക്കുന്ന തെളിവുകളാണ് അവിടെ ഉള്ളത്. അവർ പറയുന്ന ലോൺ ആപ്പ് അത് റദ്ദാകുന്നതാണ്, അത് റദ്ദാക്കണം. കാരണം ലോൺ ആപ്പ് വേറൊരു വിഷയമാണ്. പൈസ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരെടുത്തത് അവരുടെ അമ്മയുടെ ചികിത്സയ്ക്കാണെന്നേ ആ കുഞ്ഞത് എടുത്തു. എന്താണ് അതിനാണല്ലോ അവര് ബയോപ്സി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സർജറി അവർക്ക് വേണ്ടി വന്നിരുന്നു. ആ ഒരു മാസമാണ് അവൻ ഇവിടെ വന്ന് നിന്ന് അവൻ പറയും അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പോഴും പുസ്തകം വായനയാണ്. അപ്പൊ അമ്മ ചോറ് ഉരുളയാക്കിയിട്ട് വായിൽ വെച്ചു കൊടുക്കും. അത് പറഞ്ഞാണ് അമ്മ കരയുന്നത്. ഇനി ആർക്കാണ് ഞാൻ ആഹാരം കൊടുക്കേണ്ടത്? എന്റെയും നിങ്ങളുടെയും നിതിന്റെയും നമ്മളൊന്ന് ആലോചിക്കും. നമ്മളെ കുഞ്ഞുങ്ങൾ ഒരു നിമിഷം കാണാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങും, നമ്മൾ തുടങ്ങും. പക്ഷെ അവരെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കും.